തുറന്നു പറഞ്ഞ കുട്ടികൾ അപ്പുറത്തേക്ക് തുറന്നു പറയാൻ എത്ര കുട്ടികൾ ഇരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എത്രത്തോളം കുട്ടികളുടെ ഫോട്ടോ ഇവൻ വിൽപ്പന നടത്തി എന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ടെലഗ്രാമിൽ വിറ്റു എന്നുള്ളതാണ്. ഈ ടെലഗ്രാം അല്ലാതെ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചു എന്ന് ആര് കണ്ടു? ഏതൊക്കെ സൈറ്റുകളുണ്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഏതൊക്കെ സൈറ്റുകൾ ഇവൻ വിറ്റിട്ടുണ്ടാകാം? പോലീസ് ചെയ്തത് ഇയാളെ അറസ്റ്റ് ചെയ്തു, പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് എത്രത്തോളം ഫോട്ടോ എടുത്ത് വിറ്റിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എത്രത്തോളം കുട്ടികൾ സുരക്ഷിതമല്ല എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടികളൊക്കെ മാതാപിതാക്കൾ ശരിക്കും പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത് വലിയ രീതിയിലേക്ക് സുരക്ഷ ഉണ്ട് എന്ന് വെച്ചിട്ടാണ്. ആ സുരക്ഷ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തെളിവാണല്ലോ ഇന്ന് പുറത്തു വന്നത്. ചെറിയ രീതിയിലേക്ക് ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല ഇത്തരം വിഷയങ്ങൾ. എവിടെ നിന്നാണ് അതിന്റെ കണ്ണി സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ടെലഗ്രാമിൽ വിറ്റു എന്നാണല്ലോ ഇപ്പോൾ കണ്ടുപിടിച്ചത്. വേറെ എവിടെ എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ സംവിധാനത്തിലാണ് ഇത് ചെയ്തത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കസ്റ്റഡിയിൽ എടുത്തിട്ട് കൃത്യമായി ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിൻ്റെ പിന്നിലാരാണ്, ഇയാൾ എവിടെയൊക്കെയാണ് ഇത് വിറ്റത് എന്നൊക്കെ കൃത്യമായി ചോദിക്കണമായിരുന്നു. അവനെ പെട്ടെന്ന് ജാമ്യത്തിൽ വിടാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ്. ആ ലക്ഷ്യയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ കുറച്ച് കുട്ടികൾ വന്ന് പരാതി കൊടുക്കുന്നു. പരാതിയുള്ള കുട്ടികൾ വേറെ മാറി നിന്നുണ്ടാവും, മാനം പോവും എന്ന് വിചാരിച്ച് മാറി നിന്നുണ്ടാവും. അതെ, അതിനാണ് താങ്കൾ പറയുന്നത് അത്തരം രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ ആവശ്യമാണ്. നമസ്കാരം. മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് പുറത്തു കൊടുത്തത്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനമായ ലക്ഷ്യ എന്നുള്ള സ്ഥാപനത്തിൽ കുറച്ച് കുട്ടികളുടെ ഫോട്ടോ അടക്കം വിൽക്കാൻ വെച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ജനങ്ങളിലേക്ക് പുറത്തു വിടുന്നത്. അതായത് നമ്മളൊക്കെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രീതിയിലേക്ക് ഒട്ടും സേഫ് അല്ല, ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് പുറത്തു വിടുന്നത്. ഇതേ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വിഷയങ്ങളൊക്കെ നൗഷാദ് തക്കേൽ സംസാരിക്കും. നൗഷാദ് തക്കേൽ പറയൂ. ഈ വിഷയത്തിൽ ലക്ഷ്യ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്കിത് പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ആക്ട് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി സീരിയസ് ആയിട്ട് അവർ ആക്ട് ചെയ്തില്ല എന്നാണ് ആരോപണവും. അത് തന്നെയാണ്. ഒരാൺകുട്ടി തൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെയും ടീച്ചർമാരുടെയും മറ്റും ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ വിൽപ്പന നടത്തുന്നത് അത് എത്രത്തോളം സീരിയസാണ്. ഈ വൈകല്യം എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കി കാണാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മാഫിയ എല്ലാ ഭാഗങ്ങളിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരവാദിത്തം ആര് കാണിക്കണമായിരുന്നു? മാനേജ്മെൻറ്റ് കാണിക്കണമായിരുന്നു. പിന്നെ പോലീസ് ചെയ്തത് ഇയാളെ അറസ്റ്റ് ചെയ്തു, പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് അതങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അതിലെന്താ എന്നുള്ളത് പരിശോധിക്കണം. ഈ സമഗ്ര അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട DGPക്ക് ഇന്ന് പരാതി അയച്ചത്. DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ചെറിയ രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. അതായത് എത്രത്തോളം ഫോട്ടോ എടുത്ത് വിറ്റിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എത്രത്തോളം കുട്ടികൾ സുരക്ഷിതമല്ല എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് കുട്ടികളൊക്കെ മാതാപിതാക്കൾ ശരിക്കും പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത് വലിയ രീതിയിലേക്ക് സുരക്ഷ ഉണ്ട് എന്ന് വെച്ചിട്ടാണ്. ആ സുരക്ഷ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തെളിവാണല്ലോ ഇന്ന് പുറത്തു വന്നത്. അപ്പോൾ ഈ താങ്കൾ പറയുന്നത് DGPക്ക് പരാതി കൊടുത്തു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഇപ്പൊ ഈ DGPക്ക് പരാതി കൊടുക്കാനുണ്ടായ കാരണം, അതായത് ചെറിയ രീതിയിലേക്ക് ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല ഇത്തരം വിഷയങ്ങൾ. എവിടെ നിന്നാണ് അതിന്റെ കണ്ണി സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാര്യം പല കുട്ടികളൊക്കെ ഇത് പേടിച്ചു പുറത്തു പറയാത്തൊരു സാഹചര്യം ഇന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്ക്, അതായത് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ വേണം എന്ന് പറയുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അതായത് മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയാൻ കാരണം മാതാപിതാക്കൾ 100% ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ ഇത് ഒരൊറ്റ സ്ഥലത്ത് നടന്ന സംഭവമാണ്. പക്ഷെ എവിടേക്കാണ് നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ടെലഗ്രാമിൽ വിറ്റു എന്നാണല്ലോ ഇപ്പോൾ കണ്ടുപിടിച്ചത്. വേറെ എവിടെ എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ സംവിധാനത്തിലാണ് ഇത് ചെയ്തത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അതിലൊരു ലാഘവം കാണിച്ചോ എന്നുള്ളതൊരു സംശയം എനിക്കുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ഫോട്ടോ ഇത്തരത്തിൽ ഇവൻ വിൽപ്പന നടത്തി എന്നറിയുമ്പോൾ ഇവനെ കുട്ടികൾ തന്നെ വിളിച്ചു വരുത്തി വിഷയമുണ്ടാക്കി ചോദ്യം ചെയ്തു. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്
എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ കുട്ടികളാണ് ആദ്യം പരാതി കൊടുത്തതെന്നും അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാനേജ്മെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നും അത് തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്ത് ഒരു എന്താ പറയുക അതൊരു പിന്നെ എന്താ പറയുക ക്രിമിനൽ ഒഫൻസ് ഒരു എന്താ പറയുക നമ്മൾ ലോക്കൽ സ്റ്റേഷനിലാണ് ശരിക്കും ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഒരു സീരിയസ് ആയിട്ട് മാറ്റർ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ ഇത് വിഷയമായതിനു ശേഷമാണ് ഇവർ ഇത്തരത്തിലേക്ക് നീങ്ങിയത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഈ കുട്ടികൾ എത്രത്തോളം ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒന്നും പറ്റൂല, സാധിക്കില്ല, പറയാൻ കഴിയില്ല. അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു സംശയത്തിലാണ് താങ്കൾ DGPക്ക് പരാതി. അതൊക്കെ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് കൃത്യമായി ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിന്റെ പിന്നിലാരാണ്, ഇയാൾ എവിടെയൊക്കെയാണ് ഇത് വിറ്റത് എന്നൊക്കെ കൃത്യമായി ചോദിക്കണമായിരുന്നു. അവനെ പെട്ടെന്ന് ജാമ്യത്തിൽ വിടാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടത്. സ്റ്റേഷൻ ഇത്രയേറെ വലിയൊരു ഗുരുതര കുറ്റം ചെയ്തിട്ട് സ്റ്റേഷൻ ജാമ്യത്തിലായി പ്രായപൂർത്തിയായ പയ്യനാണോ? അതെ, 19 വയസ്സായെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ആ പയ്യനെ ശരിക്കും ഇത്തരം രീതിയിലേക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഇത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമങ്ങൾ സ്ഥാപനത്തിന്റെ പേരും പയ്യന്റെ പേരും സ്റ്റേഷനും വിഷയങ്ങളും ഒക്കെ വെച്ചിട്ട് വാർത്ത ചെയ്തതാ. ഏതോ കാരണം കൊണ്ട് ഇപ്പൊ ആ വാർത്ത കാണുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു. കുറെ കുട്ടികൾ ഇപ്പൊ ആ ലക്ഷ്യയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ കുറച്ച് കുട്ടികൾ വന്ന് പരാതി കൊടുക്കുന്നു. പരാതിയുള്ള കുട്ടികൾ വേറെ മാറി നിന്നുണ്ടാവും, മാനം പോവും എന്ന് വിചാരിച്ച് മാറി നിന്നുണ്ടാവും. അതിനാണ് താങ്കൾ പറയുന്നത് അത്തരം രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ ആവശ്യമാണ്. അത്തരം രീതിയിലേക്ക് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഈ കുറ്റകൃത്യങ്ങൾ ഇപ്പൊ താങ്കൾ പറയുന്നത് ഇപ്പൊ നമ്മൾ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ടെലഗ്രാമിൽ വിറ്റു എന്നുള്ളതാണ്. ഈ ടെലഗ്രാം അല്ലാതെ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചു എന്ന് ആര് കണ്ടു? ഏതൊക്കെ സൈറ്റുകളുണ്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഏതൊക്കെ സൈറ്റുകൾ വിറ്റിട്ടുണ്ടാകാം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായ അന്വേഷണം വേണം. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ ഈ സ്ഥാപനത്തിന്റെ ചാർജ് വഹിക്കുന്നത് അവരിൽ നിന്ന് പോലീസ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നടപടിയെടുക്കണം എന്നാണ് എൻ്റെ ആവശ്യം. അത് ശരിക്കും തീർത്തും മാതാപിതാക്കൾ അവിടെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വിഷയമല്ലേ? തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ജാഗരൂകരാകണം. ഞങ്ങളുടെ കുട്ടികൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നത്, പഠിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു ബോധവാന്മാരായിക്കൊണ്ട് അന്വേഷണം നടത്തണം. ഇത്തരം ഇഷ്യൂ വരുമ്പം കൃത്യമായ ഇടപെടലുകൾ മാതാപിതാക്കൾ നടത്തണം. നമുക്കറിയാം ഇപ്പോ ലഹരിയുടെ കെട്ടുറപ്പിലാണ് വല്ലാത്ത രീതിയിലേക്ക് പല സ്ഥാപനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ലഹരി എന്ന് പറയുന്നത് നമുക്ക് അടിച്ചാൽ, അതായത് പഴയ കാലത്തൊക്കെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള സംഭവം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും അറിയാമായിരുന്നു ഇവൻ ഈ ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് അല്ലെ? നമുക്കത് അറിയില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയുടെ കാര്യം, ലഹരിക്കടിമയായ കുട്ടിയുടെ കാര്യം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കരിയറായ കാലമാണിത്. അപ്പോ തീർച്ചയായും പറയാം ഇത്തരം സ്ഥാപനങ്ങളിൽ ശരിക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ 100% മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് 100% ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. കാര്യം അവിടെ തുറന്നു പറഞ്ഞ കുട്ടികൾ അപ്പുറത്തേക്ക് തുറന്നു പറയാൻ എത്ര കുട്ടികൾ ഇരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതെ, തീർച്ചയായിട്ടും അല്ലെ? കണ്ടത് മാത്രമാണ് ഇവര് ശരിക്കും പരാതിയായിട്ട് പോയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾ പരാതി കൊടുക്കുന്നു, ആ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു, അപ്പൊ തന്നെ പയ്യനെ പുറത്തു വിടുന്നു അല്ലെ? അത് വലിയ രീതിയിലേക്കുള്ള ഒരു ദുരൂഹമായിട്ട് നമ്മൾ കണക്കൂട്ടാം. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കത് ദുരൂഹമായിട്ട് തന്നെയാണ് ഒരു ഫോണിൽ ചാറ്റ് ചെയ്താൽ, നമ്മൾ വാട്സപ്പിൽ മോശമായി ചാറ്റ് ചെയ്താൽ പോലും പിടിച്ചിടുന്ന കാലമാണ് ഇതിലെ പോലീസ് സ്റ്റേഷനിൽ. എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് ആ പിടിച്ച സമയത്ത് തന്നെ വിട്ടയച്ചത് എന്ന് ശരിക്കും അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത് കാര്യം, എത്രത്തോളം കുട്ടികളുടെ ഫോട്ടോ ഇവൻ വിൽപ്പന നടത്തി എന്ന് അറിയേണ്ടതുണ്ട്. 100% അറിയേണ്ടത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഇവൻ വിൽപ്പന നടത്തി, ഏതൊക്കെ പ്ലാറ്റ്ഫോമുമായിട്ട് ഇവന് ബന്ധമുണ്ട്. അതായത് ഒരാൾ വിചാരിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത്. പർച്ചേസറെ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മൾ ആ പർച്ചേസറുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷയങ്ങളുണ്ടാവും. അതിൽ എന്തൊക്കെ ഡീറ്റെയിലുകൾ, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവൻ കൈമാറി എന്നുള്ളത് 100% അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ ടെക്നോളജിയും എത്രയും ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഇവരെവിടെയായിട്ട് ഒളിപ്പിച്ചു വെച്ചത്. നമ്മൾ കാണുന്ന ഫോണോ നമ്മൾ കാണുന്ന ആപ്പോ ഒന്നും അല്ല ഈ കുട്ടികൾക്കൊക്കെ അറിയുന്നത്. പല രീതിയിലുള്ള വിപണന സാധ്യത ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടത് പോലീസിന്റെയും ഈ സ്ഥാപനത്തിന്റെ അധികാരികളുടെയും ചുമതലയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ വീഴ്ച വന്നതുകൊണ്ടാണ് DGPക്ക് പരാതി നൽകിയത് എന്നാണ് നൗഷാദ് തെക്കയിലിന്റെ വിശദീകരണം. കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വീണ്ടും എടുത്തു പറയാണ്. നന്ദി, നമസ്കാരം.